അമ്മേ തക്കളി നല്ല ഓടി വന്നേ വന്നേ ഇതാരാ വന്നേക്കണേ നോക്കി എന്റെ പൊന്നെ എന്ത് തോന്നി വരാനായിട്ട് തള്ളിയിടും അല്ലേ സന്തോഷമായില്ലേ ഭാഗ്യക്കുറിയൊക്കെ അടിച്ചല്ലേ ഇനി നോക്കി കണ്ടുമൊക്കെ ജീവിക്കണം കേട്ടോ ദൂരത്തെടുത്ത് ജീവിക്കരുതേ പൈസ ഉണ്ടെന്നും പറഞ്ഞു പിന്നെ ക്ലീറ്റസിനെ നല്ലപോലെ നോക്കിക്കൊള്ളണം ഇവിടെ ആരും ഇല്ലേ എന്തുവാടാ ഇവിടെ കറങ്ങാൻ പോയിട്ട് ഇപ്പൊ ജമന്തിയുടെ അച്ഛനല്ലേ സുഖമില്ല അപ്പൊ അങ്ങോട്ട് ഉണ്ടാക്കിട്ട് വന്നു. അല്ല എന്തായാലും ഈ കണ്ട അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങി അച്ഛനെ നടത്തിയതിന്റെ ഫലം എന്തായാലും ദൈവം കാണിച്ചു തന്നു. എന്താ അവളെ അച്ഛൻ ആശുപത്രിയിലായ ചായ കുടിക്കാം ചായ കുടിക്കാം. പിന്നെ ഏത് കമലത്തിൽ പോയി കാശി രാമേശ്വരം പതുക്കെ ഇങ്ങോട്ട് വാ. അയ്യോ അയ്യോ ഇവിടുത്തെ ഭാഗ്യവാൻ ഇവിടെ ഇല്ലേ ക്ലീറ്റസ് ഒന്ന് വിളിച്ചാടി. ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരിട്ട് ഞാൻ സംസാരിക്കാം. അത് നിങ്ങൾ ഇങ്ങനെ നിർബന്ധിക്കല്ലേ. നമുക്ക് ആലോചിക്കാം. ആ ശരി 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 ഞാനിപ്പോ ഇത്തിരി തിരക്കില്ല. ചെറിയൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. നമ്മുടെ കയ്യിൽ ഇച്ചിരി കാശ് വന്ന് ലോട്ടറി ഇടിച്ചെന്ന് അറിഞ്ഞപ്പോ തുടങ്ങിയതാണ് പല ബാങ്കുകാരും വിളിക്കുന്നത് ഞങ്ങളിൽ നിക്ഷേപിക്കൂ ഞങ്ങളിൽ നിക്ഷേപിക്കൂ. അതങ്ങനെ ഭാഗ്യക്കുറി വിളിച്ചാൽ അങ്ങനെ ബാങ്കുകാരുടെ ബഹളമായിരിക്കും. എന്തെങ്കിലും തീരുമാനം ആയോ പുള്ളിയുടെ കാര്യത്തില്? എന്ത് തീരുമാനമില്ല ഇങ്ങനെ വന്നും പോയി. അല്ല ഞാൻ ചോദിച്ചത് ഹോസ്പിറ്റലിലാണോ അതോ വീട്ടിലാണോ? വീട്ടിലാ അവിടെ അവിടെ ആക്കിയിട്ടെങ്കിൽ പോകുന്നു. ഗോൾ അടിച്ചല്ലേ ഭയങ്കര സന്തോഷം. ഇതെന്തൊക്കെയാ ഇതൊന്നും ഒന്നുമല്ലിയാ. നമ്മളീ പറഞ്ഞില്ലേ പാലായില് പണ്ട് ലക്ഷങ്ങൾ ഇങ്ങനെ ഈ കയ്യിലിട്ട് ഇങ്ങനെ കൊണ്ടാമാനമായിട്ടുള്ള ആളാ. അതുകൊണ്ട് ഇതൊന്നും നമുക്കൊരു പുതുമയുള്ള കാര്യമല്ല. ദൈവം അങ്ങനെയാ ചിലപ്പോ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും. ഇനിയിപ്പോ നന്നായി ജീവിച്ചാലേ നോക്കണം. പറഞ്ഞില്ലേ പല പല പ്ലാനിങ് ആണ്. ഒരു തടിമില്ല് ഇവിടെ എടുത്ത് നടത്താനായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ അമ്മ. ചിലപ്പോ ഞാനത് എടുത്ത് നടത്തിയെന്ന് വരും. മില്ലേ മറ്റേ റസാക്കിക്കയുടെ പുള്ളിക്ക് നടത്താനൊന്നും ഇത് പുള്ളിയുടെ കൈ വഴി നടക്കുന്നില്ല. അപ്പൊ എന്നെ കുറെ ദിവസം കൊണ്ട് ഇങ്ങനെ നിർബന്ധിക്കുകയാണ് എടുത്ത് നടത്താൻ പറ്റും. തടിവിൽ ഞാനും അപ്പച്ചനും കൂടെ എന്തോരം തടി ബിസിനസ് നടത്തിയിരിക്കുന്നു. പിന്നെ ഇതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ലല്ലോ. ഞാൻ വാക്ക് കൊടുത്ത് നോക്കാന്ന്. തടി കച്ചവടത്തിനാണ് പ്ലാൻ. ചെയ്യാളിയാ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ നമ്മൾ. അല്ലാതെ കുറച്ച് പൈസ കൂടുതൽ ഇടേണ്ടി വരില്ലേ, നിക്ഷേപിക്കേണ്ടി വരില്ലേ കുറച്ച് പൈസ. അളിയാ പൈസ ഇട്ടാലേ പൈസ എടുക്കാൻ പറ്റൂ. അല്ലാതെ ചുമ്മാ പൈസ കയ്യിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇപ്പൊ ഇത്ര പൈസ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഈ സഹകരണ സംഘത്തിൽ ഇട്ട് കഴിഞ്ഞാല് അതിന്റെ ഒരു പലിശ കിട്ടും. അപ്പൊ ആ പലിശ എടുത്ത് നമുക്ക് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം, മറ്റു കാര്യങ്ങൾ നടന്നു പോവുകയും ചെയ്യും. അതിൽ കുറഞ്ഞുള്ള സഹകരണം മതി. ഇവിടെ ഉള്ള സഹകരണ സംഘങ്ങളൊക്കെ എനിക്കറിയാം. എപ്പോ പൂട്ടും എപ്പോ പൊളിയും അറിഞ്ഞുകൂടാത്ത കുറെ സഹകരണ സംഘങ്ങൾ അതിൽ കൊണ്ട് പൈസ ഇട്ട് കൊടുത്തിട്ട് അവസാനം എങ്ങനെ ഞാൻ പറയണില്ല. അപ്പൊ അളിയന്റെ പ്ലാൻ എന്താണ്? എൻ്റെ ഒരുപാട് പ്ലാനിങ് ഉണ്ട്. അതിപ്പോ എല്ലാം ഞാനിങ്ങനെ എല്ലാവരോടും പറയേണ്ട കാര്യമില്ല. ഒരു ബിസിനസ് പ്ലാനിങ് നമ്മളെ ഉള്ളിലിരിക്കണം. ഇതൊക്കെ പുറത്ത് പറഞ്ഞാൽ അളിയാ ഞാൻ പറഞ്ഞില്ലേ കർത്താവ് പലതും നമ്മളെ തന്ന് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കർത്താവിന് മനസ്സായി ക്ലീറ്റസ് ആരാണ്, ക്ലീറ്റസിന്റെ മനസ്സ് എങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ കർത്താവ് കണ്ടോ അതാണ് കർത്താവ്. അതൊരു ഭാഗ്യമാണ്. എന്ത് ഭാഗ്യം? അത് വെച്ച് കളിക്കണ്ടെന്ന് പറയാണ് ഞാൻ. അങ്ങനെ സംസാരിക്കരുത്, അങ്ങനെ സംസാരിക്കരുത്. അത് വെച്ച് കളിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നീ തരും 5 ലക്ഷം രൂപ, അതിട്ട് ഞാൻ കളിക്കട്ടാ. പ്ലാൻ എന്താണ്? തടി കച്ചവടം. അതെ ഞാൻ തടി ബിസിനസ് ചെയ്യും. ഞാൻ പല ബിസിനസ്സും ചെയ്യും. പല രീതിയിലും പൈസ വിനിയോഗിക്കും. അതൊക്കെ എന്റെ അവകാശം. എന്റെ കാശിനെ ഞാൻ എടുത്ത ലോട്ടറി എനിക്ക് അടിച്ചപ്പോ അത് നീ അങ്ങനെ ചോദ്യം ചെയ്യേണ്ടതിനാണ്. അളിയാ ഇതിപ്പോ ആകെ നമുക്ക് കിട്ടിയ 5 ലക്ഷം രൂപയുടെ ലോട്ടറിയാണ് അടിച്ചത്. ഇതിലിപ്പോ സർക്കാരിൽ നിന്ന് കിട്ടുന്ന തന്നെ അമ്മ ഒരു 3.5 ലക്ഷം രൂപ കിട്ടുള്ളൂ. അപ്പൊ ആ പൈസ എടുത്ത് അളിയ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയാൽ പിന്നെ ഈ ഒരു നിമിഷം കൊണ്ട് തീരുന്നതാണ് ഈ പൈസ. അറിയാമോ ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ വേറൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചു. എന്തെന്നാ കണ്ടില്ലേ നമ്മുടെ പൈസ വന്നപ്പോ അവന്റെ മനസ്സിലെ ചിന്താഗതി കണ്ടില്ലേ. ഞാൻ ആ കുളത്തെ ഫ്ലാറ്റ് നോക്കിയിട്ടെങ്ങനെ ഞാനെന്ന് പറഞ്ഞില്ലേ.
പിന്നെ വാടകയ്ക്കല്ലാതെ വിലയ്ക്ക് ഞാൻ വാങ്ങും. അത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞിട്ട് വിലയ്ക്ക് വാങ്ങും. അമ്മ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 3 ബെഡ്റൂമാണ്, AC ഉണ്ട്, TV ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, താഴെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂളുണ്ട്, ഇടയ്ക്ക് പോയി നീന്താം. പിന്നെ കാർ പാർക്കിംഗ് ഉണ്ട്. അതിന് അവർ 2000 രൂപ അധികം ചോദിക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒരു 17,000 രൂപ മാസ വാടക. അത് കൊടുത്തിട്ട് അങ്ങോട്ട് മറക്കാൻ ചൂടേ. 17,000 രൂപ മാസ വാടക. അങ്ങനെ ഒരു വർഷം നീ ജീവിക്കും. പിന്നെന്താ? അപ്പൊ ഈ പൈസ തീരുമ്പോ ഈ 17,000 മാസം കൊടുക്കട്ടെ നിനക്ക്? കണ്ടാ എവന്റെ ചിന്താഗതി കണ്ടോ, എവന്റെ ഉള്ളിരിപ്പ് കണ്ടോ? എടാളെ നീ പൈസ കൊണ്ട് എത്ര ചിലവാക്കി? ഒരു വർഷം കൊണ്ട് തീരൂലേ? ഒരു വർഷം പോലും വേണ്ട. അപ്പൊ ഞാൻ ചെയ്യണ ബിസിനസ് പൊളിയൊന്ന് നീ ഇപ്പോഴേ മുൻകൂട്ടി വിധി എഴുതിയല്ലടാ? അങ്ങനെ അല്ലല്ലേ, ഈ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുമ്പോ അമ്മ ഈ പൈസ ഇത്രയും തീരില്ലേ? ഞാനേ ഫ്ലാറ്റ് എടുത്തിട്ട് ഞാൻ ബിസിനസ് ചെയ്യാൻ പോകണം. അതിൽ നിന്ന് എനിക്ക് ലാഭം കിട്ടും. അങ്ങനെ ഞാൻ എന്റെ സാമ്രാജ്യം കെട്ടിപ്പോക്കും. അതിനിടയ്ക്ക് അവൻ ചിന്തിച്ച് ഒരു വർഷം കഴിഞ്ഞാൽ നീ പൊളിഞ്ഞും കുത്തുപാള എടുത്ത് നിന്റെ ഈ നീ ഉദ്ദേശിച്ച അങ്ങനെ തന്നെയാണ്. ഞാൻ എന്താ അമ്മ പറഞ്ഞത്? 5 ലക്ഷം കൊണ്ട് ഇതൊന്നും നടക്കുന്ന അമ്മ 5 ലക്ഷം കിട്ടൂല. 3.5 ലക്ഷം രൂപ പോലും കിട്ടുന്നേ. ലക്ഷറി ടാക്സ് ഉണ്ട്. ഈ ടാക്സ് ഒക്കെ പിടിച്ചിട്ടാ പൈസ കിട്ടുന്നത്. ഇതൊക്കെ എനിക്കറിയാം കേട്ടോ. കണക്കും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എന്റെ കയ്യിൽ ഇത്തിരി പൈസ വന്നപ്പോ എന്തൊക്കെ ചോദ്യങ്ങൾ, എന്തൊക്കെ ഐഡിയാസ്, എന്തൊക്കെ പ്ലാനിങ് ആണ്. വേണ്ടി പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ഒന്നുമല്ല. എനിക്കിപ്പോ ആരെ സഹായം വേണ്ട. ഞാൻ ഇനി തെണ്ടി എടുത്താലും നിങ്ങൾ അടുത്തൊന്നും വരേയില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ മാറാൻ പോണത്. ഇനിയിപ്പോ ഒരു മാസം കഴിഞ്ഞ് മാറാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ ഞാൻ ഉടനെ തന്നെ മാറും. നിങ്ങൾക്കൊക്കെ എന്താ പ്രശ്നം? എന്താ ഒന്നുമില്ല, ആകെ 3.5 ലക്ഷം രൂപ കൈ കിട്ടാൻ പോണം. ആ പൈസക്ക് അവൻ കാണാൻ പോണ വലിയ എന്തൊക്കെയാണ്. അവന് തടിക്കച്ചവടം തുടങ്ങുന്നു. അവൻ 17,000 രൂപ ഫ്ലാറ്റ് താമസിക്കാൻ പോണു. ഇവിടെ മര്യാദക്ക് വാടക കൊടുക്കാൻ ജീവിക്കുന്നില്ല നല്ലത്. ശരിയല്ലേ ക്ലീറ്റോ അവൻ പറയണത്? APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ മഹാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മൾ ആദ്യം സ്വപ്നം കാണണമെന്ന്. നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണമെന്ന്. അതെ, സ്വപ്നങ്ങൾ കണ്ടോളൂ. പക്ഷെ അതിന്റെ കൂടെ ബാക്കിയുണ്ട്. അതിനുവേണ്ടി പ്രയത്നിക്കണം. നമ്മള് പ്രയത്നിക്കാൻ മാത്രമേ ആ സ്വപ്നങ്ങൾ നേടാൻ പറ്റുള്ളൂ. അതൊന്നും ഞാൻ കണക്കിലെടുക്കാറില്ല. അതൊക്കെ ഇനിയിപ്പോ ആരെന്ത് പറഞ്ഞാലും നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ എടുക്കൂ. അല്പന ഐശ്വര്യം വരുമ്പോ അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതാ ഇപ്പൊ കാണാം. കണ്ടു. എന്റെ പൊന്നോ, ഈ വീട്ടിൽ ഞാൻ എന്ന് വന്നോ അന്ന് തുടങ്ങിയതാണ് എനിക്ക് ഇങ്ങനെ കുറെ പിന്തിരിപ്പ് ആൾക്കാർ. എന്തോന്ന് നിന്ന് പിന്തിരിപ്പിച്ചെന്നാണ് പറയണേ. എനിക്കറിയാം നിങ്ങളെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. അളിയാ, നിനക്ക് ഗുണം വരുന്ന കാര്യങ്ങളെ ഞങ്ങൾ എന്നും പറഞ്ഞിട്ടുണ്ടോ? നീ അത് മനസ്സിലാക്കി ചെയ്യണം. നിനക്ക് പിന്നെ ഗുണം വരുന്ന നിന്റെ നീ കനക നീ അവന് നല്ല കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോട്. ഞങ്ങളെ കൊണ്ട് ഇനി പറ്റത്തില്ല. നീ അവനെ നേർവഴിക്ക് കൊണ്ടുവരാണോ? നീ കൊണ്ടുപോകും. എന്നെ നല്ലത് പഠിപ്പിക്കാൻ വന്നേക്കണേ രാവിലെ കുറെ ആൾക്കാർ. അയ്യോ, അവൻ്റെ പറഞ്ഞ മനസ്സിലാവില്ല. അവന് ഭ്രാന്തള ചായ വേണ്ടൊന്നും വേണ്ട. അറിയാമോ? ചായ കുടിക്കാൻ ഒരു കഷ്ടം. കാര്യം ഞാൻ പറഞ്ഞ ഒരു നല്ല കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആവശ്യമില്ല ഈ കിട്ടി ഈ ദൈവം അറിഞ്ഞു തന്ന 3.5 ലക്ഷം രൂപ അതുകൊണ്ട് പാടിക്കളയരുത്. മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്കും ഉള്ളതും കൊള്ളാം. അല്ല, ഞാനത് നിന്നെ ഏൽപ്പിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് വേണ്ട. ഞാൻ ചോദിച്ച പൈസ. അയ്യോ, നിന്റെ പൈസ ഉണ്ടല്ലോ ഞാൻ ജീവിക്കുന്നത്. എടാ, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? നല്ല കാര്യം പറഞ്ഞപ്പോ വേണ്ടെങ്കിൽ അവൻ്റെ കൂടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ വരുന്നെങ്കിൽ ഉപദേശി വന്നേക്കണ്. എടി, ഞാൻ ഇതിനേക്കാളും കഷ്ടപ്പെട്ട് കുത്തുമാള എടുത്ത് ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടന്നപ്പോ ഇവ ഒരു ഉപദേശം തരാനും വന്നില്ല. ഇവൻ വന്ന് എനിക്ക് പൈസ ഉണ്ടാക്കാൻ ഒരു നല്ല വഴി അപ്പൊ പറഞ്ഞു തരാത്തത്. ഇപ്പൊ എന്റെ കയ്യിൽ ഇത്തിരി പൈസ വന്നപ്പോ അവന് വിരിവിരാന്ന് സഹിക്കണില്ല. അവന് അമ്പോ ഇങ്ങനെ ഒരു ഇവൻ കനകനല്ല, ഇവൻ കളങ്കനാണ്. പണ്ട് നമ്മുടെ പള്ളിക്കൂടത്തിൽ പഠിക്കുമ്പോൾ ചില ടീച്ചർമാരുണ്ട്, നല്ല പഠിക്കണം പിള്ളേരെ വീണ്ടും വീണ്ടും പഠിപ്പിക്കും. കൊള്ളൂലാതെ അങ്ങനെ അങ്ങ് കളയും. അതുപോലെയാണ് ഇവൻ എൻ്റെ അടുത്ത് കാണിക്കണം. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റണ്ട? നീ പറയടി. ഭയങ്കരം തന്നെ. അത് പിന്നെ അതിനുള്ളതല്ലേ ആ കൊലയില്. ഇങ്ങനെ തന്നെ പറയുള്ളൂ. മതിയില്ല, മര്യാദ കുടിച്ചത് കിളിമോളെ. എന്ത് മര്യാദക്കല്ലേ അല്ല കർത്താവേ, ഇച്ചിരി വൈകിയാണെങ്കിൽ ഈ ക്ലീറ്റോയെ നീ തിരിച്ചറിഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും പ്രാരബ്ധവും ബുദ്ധിമുട്ടും ഒന്നുമില്ലാതെ എന്നെ നയിച്ചേക്കണമേ. ഇതിലെ ഒപ്പിട്ടില്ലെങ്കിൽ അതൊരു കുഴപ്പമാണ്. ഇതിൻ്റെ പേക്കിൽ ഓ ഇങ്ങോട്ട് നോക്കി. നീ കഥകളി കാണിക്കാതെ എനിക്ക് കാര്യം പറ. നിന്റെ കഥകളിയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. നമുക്കേ കനകനെ വിളിക്കാം. ഞാനേ ഇവിടെ പ്രസ്സിൽ ഒരു ക്ഷണക്കത്തടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അവനെ വിളിക്കാം. അവനെ മാത്രമല്ല, നാട്ടുകാരെ മുഴുവനും വിളിക്കാനായിട്ട് ഞാൻ കത്തടിക്കാൻ കൊടുത്തൊക്കെയാണ്. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് ആ തലയ്ക്ക് കുഴപ്പം. പൈസ കിട്ടിയില്ല, അപ്പോഴത്തേനും തുടങ്ങിക്കോ അഹങ്കാരം. പിന്നെ പൈസ ഇതൊക്കെ ഉള്ള എന്നെ ബഹുമാനിക്കുകയും എന്നെ സ്നേഹിക്കുകയും എന്നോടൊപ്പം നിൽക്കുന്നവരെ മാത്രം മതി എനിക്ക്. അതുവരെ പറയുന്നത് അഹങ്കാരമാണ്. അഹങ്കാരമാണെന്ന് കൂട്ടിക്കോ. ഒരു കഴുതേ,
ഈ ലോട്ടറി കൊണ്ടുവന്ന് ബാങ്കിൽ കൊടുക്കാൻ പോകണമെന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞാണ്ടല്ലോ, പിന്നെ എല്ലാവരും നമ്മുടെ പിന്നാലെ അങ്ങ് കൂടും. പിന്നെ അതൊരു തലവേദനയായിട്ട് മാറും. ഇപ്പം എൻ്റെ വേണ്ടപ്പെട്ട അൻസാറിനോടും നടരാജനോടും പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ടിക്കറ്റ് ഒന്ന് ബാങ്കിൽ കൊണ്ട് കൊടുക്കുന്ന കാര്യം. അവരോട് ഞാൻ ആധാറിൻ്റെ കുറച്ച് തിരുത്തുണ്ട്, അത് ശരിയാക്കാൻ പോകണമെന്നാണ് പറഞ്ഞത്. ആ അങ്ങനെ ലോട്ടറി കൊടുക്കണ കാര്യം അറിയാൻ പാടില്ല. ഓ അത് കുഴപ്പമാണ്, അറിഞ്ഞ ഭയങ്കര കുഴപ്പമാണ്. അതെ, നീ റെഡിയാണ്, ഇങ്ങോട്ട് വാ. മാനേജർ നേരത്തെ ചെല്ലാൻ പറഞ്ഞതാ. നീ നിന്ന ഞാൻ ഇതിനകത്ത് എൻ്റെ തിരിച്ചറിയൽ കാർഡ്. എന്നാ പിന്നെ മോനും ആരോടും പറയണ്ട കേട്ടോ, ആരോടും പറയണ്ടാന്ന്. ഓ ആ ഇതിനകത്തുണ്ടോ? എൻ്റെ പൊന്നുമോളെ അടങ്ങി ഇവിടെ തന്നെ ഇരുന്നോണം കേട്ടാ. അങ്ങോട്ടും സർക്കിട്ട് അടിക്കാൻ പോകരുത്. ഞാൻ അപ്പുറത്ത് നോക്കിയോളാം. എവിടെ ഒരിടത്തും പോണ്ട, ഇവിടെ എല്ലാം കൂടെ പഠിക്കണ്ടേ, പഠിക്ക്. വീട്ടിൽ നിന്ന് വെളി ഇറങ്ങണ്ട. എൻ്റെ ഒന്ന് വാ ശരിയല്ല, നാക്ക് ശരിയല്ല. വാ 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 തങ്കം വാ. വന്നിട്ട് ഇറങ്ങിയാ മതി കേട്ടോ. ടാറ്റ. ടാറ്റ. എന്നെ തങ്കം ഒന്ന് വാ ഇങ്ങോട്ട്. ഇരുന്ന് പഠിക്കണം കേട്ടോ. പഠിക്കണതല്ല, ആദ്യം ആ പാലെടുത്ത് കുടിച്ചേ. അതിന് തണുത്ത് പാടയും കിട്ടി. ചെല്ല് ചെല്ല്, പോടി പോയി കുടിച്ചിട്ടോ. അളിയനൊരു നല്ല കാലം വന്നപ്പോ നമ്മളെയൊക്കെ അങ്ങ് ഒഴിവാക്കില്ലേ? എന്തൊന്നും നല്ല കാലം. അളിയൻ 50 ലക്ഷം രൂപ ലോട്ടറി അടിച്ചില്ലേ? 50 ലക്ഷം. ആര് പറഞ്ഞു 50? സുജേഷ് പറഞ്ഞു നെല്ലിമൂട്. ക്ലീറ്റോ, നിങ്ങൾ എന്ത് നുണയാണ് ക്ലീറ്റോ? എന്നോട് 5 ലക്ഷം നല്ല ക്ലീറ്റോ പറഞ്ഞത്? എന്നോട് 5000 എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞ സത്യം പറ ക്ലീറ്റോ, നുണയാണ്, ഇത് നുണയാണ്. ക്ലീറ്റോന് 50 ലക്ഷം അടിച്ചിട്ടില്ലേ? എന്നാണ് കർത്താവിനാണ് 5 ലക്ഷം രൂപ അടിച്ചത്. സത്യം. ഞാൻ പിന്നെ അളിയൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞപ്പോ ഒരു പൂജ അങ്ങ് വിട്ടുപോയി. അതാണ് എന്റെ അളിയ നാട് മൊത്തം അറിഞ്ഞത് 50 ലക്ഷം അടിച്ചെന്നാണ്. മാമാരെല്ലാടെ വരുന്നുണ്ട്. ആര് പറഞ്ഞു 50 ലക്ഷം അടിച്ചു? എനിക്കങ്ങനെ അറിയാം. മാമാരെല്ലാടെ വരുന്നുണ്ട്. എന്തിന്? പൈസക്ക്. ആര് പൈസക്ക്? ഇത് ആളെ കൊടുക്കാനുള്ള പൈസക്ക്. കൊടുക്കാനുള്ള പൈസക്ക് പൈസ മാറി വന്നാലല്ലേ കൊടുക്കാൻ പറ്റും. ഇവരെല്ലാം കൂടെ ഇതിന് ഇങ്ങോട്ട് വരണത്. അളിയാ സുജേഷിന്റെ 25,000 കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചെന്ന് ഓർമ്മയുണ്ടോ? അത് വാങ്ങിച്ചത് കൊടുക്കാളിയാ. സുജേഷ് മാത്രമല്ല, മറ്റേ രാജു ഉണ്ട്, പ്രതീഷ് ഉണ്ട്, എല്ലാരും ഉണ്ട്. എന്തിപ്പോ ഇതെല്ലാരും കൂടെ ഇതിപ്പോ പൈസ മാറാൻ പോണല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇവന്മാര് ഇവരോട് എങ്ങനെ കാര്യങ്ങള്? കാര്യങ്ങളൊന്നുമില്ല. പൈസ പൈസ വാങ്ങിച്ചതല്ലേ ഉള്ളൂ. അൻസാറ് പറഞ്ഞിട്ടാ ഈ പൈസ മൊത്തം കൊടുത്തത്. എനിക്ക് തരാനല്ലേ പൈസ? അവിടെ തരാം രാജു, എനിക്ക് ഓർമ്മയുണ്ട്. 7 ദിവസം കൊണ്ട് തരാന്ന് പറഞ്ഞ പൈസ. സത്യം പറഞ്ഞാല് 7 മാസമായി കിട്ടാൻ. അല്ല രാജു, 7 മാസമല്ലേ ആയുള്ളൂ. ഇവിടെ 12 മാസം 15 മാസം ആൾക്കാർ എന്നെ ഇതുവരെ ഉപദ്രവിക്കാറില്ല. മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയണ്ട, എനിക്ക് എന്റെ പൈസ ഇടണം. പൈസ കിട്ടി വിട്ടത്തുള്ളൂ. പൈസ ഒരു മാർഗ്ഗമില്ല. അൻസാറ് പറഞ്ഞിട്ട് പൈസ കൊടുത്താൽ ഞങ്ങൾക്ക് പൈസ കിട്ടി വിട്ടത്തുള്ളൂ. നിങ്ങളുടെയൊക്കെ പൈസ തരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ബാങ്കിലോട്ട് പോയി ഇറങ്ങിയത്. പിന്നെ ഈ 5 ലക്ഷം രൂപയിൽ പ്രൈസ് ഉള്ളൂ. ഇത് നമ്മൾ ബാങ്കിൽ കൊടുക്കുമ്പോൾ ഇതിൽ എന്തോ ടാക്സ് നല്ലൊരു എമൗണ്ട്. എത്ര എമൗണ്ടാണ് ടാക്സ് പിടിച്ചിട്ട് തരണമെന്ന് പറഞ്ഞത്? അല്ല ഒന്നും കിട്ടൂല. അതാണ് അളിയനോ ഇഷ്ടപ്പെട്ടില്ല, മുഖം തിരിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മനസ്സിൽ കണ്ടേക്കുന്നത്, ബാങ്കിൽ നിന്ന് എനിക്ക് എന്ത് പൈസ ഇതിൽ കിട്ടുമോ അതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് തരാനുള്ളതിൽ കുറച്ചായിട്ട് ഞാൻ തരും. അങ്ങനെ കുറച്ച് ഞങ്ങൾക്ക് തരണ്ട, ഞങ്ങൾക്ക് പൈസ വാങ്ങിക്കറിയാം. ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാനും അറിയാം. അതിന്റെ കാര്യമില്ല അല്ലയോ? അതിന്റെ യാതൊരു കാര്യമില്ല. ഞങ്ങള് പൈസ ഞങ്ങൾക്ക് വാങ്ങിക്കറിയാം. ടീച്ചേഴ്സിന്റെ പൈസ വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാനും അറിയാം. സുശേഷ്, അതിലിരിക്കുന്ന ടിക്കറ്റ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പേരെഴുതി ഒപ്പിട്ടേക്കണതാ. ഇതിലുള്ള ടിക്കറ്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്കറിയാം. പക്ഷെ ഞങ്ങൾക്കൊരു ഉറപ്പ് വേണമല്ലോ. ഇത് ഞങ്ങളെ ഇരിക്കുമ്പോൾ എന്തായാലും ടീച്ചേഴ്സ് പൈസയായിട്ട് വരും. അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പല്ലേ? അയ്യോ, അൻസാറിനെ കൊണ്ട് നമ്മൾ അനുഭവിച്ച് തീർത്ത് അൻസാറിനുള്ള വിശ്വാസം എല്ലാം തൃപ്തിയായിട്ടിരിക്കുക. ആ ഒരു കാര്യം നടക്കത്തില്ല. എന്നാ നല്ല ഉറപ്പുള്ള വേറെ ആരെങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് വിശ്വാസപ്പെടാൻ മതി. കനക നിൽക്കില്ല. ആര്? കനക. നമ്മൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ല. ടീച്ചേഴ്സിന്റെ അളിയനല്ലേ കനക? ആണ്. അതുകൊണ്ട് അളിയൻ ഞാൻ പറഞ്ഞ കേൾക്കുന്ന ആളല്ലല്ലോ. അളിയൻ്റെ ചില ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അളിയൻ തടിമില്ല് തുടങ്ങാൻ പോവാണ്. ആ കൂടെ ഫ്ലാറ്റ് വാങ്ങാൻ പോവുകയാണ്. ഈ 3.5 ലക്ഷം രൂപ ഉണ്ട്. അതുകൊണ്ട് എനിക്കിതിനകത്ത് യാതൊരു ബന്ധമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സജേഷ് അല്ലേ? എനിക്കിതിലൊരു ബന്ധമില്ല കേട്ടോ. എൻ്റെ അളിയനൊക്കെ ശരി തന്നെ. പക്ഷേ ഈ പൈസ ഇടപാടുമായിട്ട് നമ്മളൊരു ബന്ധമില്ല. പുള്ളി കൈ കഴിഞ്ഞുണ്ടല്ലോ. ഞങ്ങൾക്ക് ഈ ചെക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ചെക്ക് കിട്ടി ഞങ്ങൾ പോകത്തുള്ളൂ. വേറൊരു ഓപ്ഷനും ഇല്ല. ഞങ്ങൾക്കൊരു ഉറപ്പ് വേണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, ഈ പൈസ ബാങ്കിൽ നിന്ന് പൈസ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് അങ്ങനെയൊന്നും പൈസ ആക്കണ ടീച്ചേഴ്സ്. നമുക്ക് യാതൊരു വിശ്വാസവും ഇല്ല. നിങ്ങളിങ്ങനെ പിടിവാശി പിടിക്കരുത്. പിടിവാശി പിടിക്കും. പൈസ കിട്ടിയ പറ്റത്തുള്ളൂ. ഇന്നല്ലെങ്കിൽ ഈ പൈസ എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ചെക്ക് എടുത്തോളയാ. എക്കെടുത്തുണ്ടോ ടീച്ചേഴ്സേ? ചെക്ക് കിട്ടാതെ നിങ്ങൾ പോവില്ല.
രാജു നിങ്ങളുടെ സൈഡിലോട്ട് പോയി നോക്കി. അവൻ വീഗാലാൻഡ് മുങ്ങിയപ്പോൾ ന്യൂസിലൻഡിലെ പൊങ്ങത്തുള്ളൂ. നമ്മൾ സൂക്ഷിച്ചു നോക്കണം. ഇത്രയും കട നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ക്ലീറ്റോ? സത്യമായിട്ടും എനിക്ക് പറഞ്ഞുകൂടെ തങ്കം, ഇത്രയും ആൾക്കാർ വന്നപ്പോൾ ഇത്രയും കട എനിക്കുണ്ടെന്ന് ഞാനും അറിഞ്ഞത്. ആ ആൾക്കാർ വരും, ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ എല്ലാവരും തിരിച്ചു ചോദിക്കാതിരിക്കുമോ? പണിയെടുക്കാതിരുന്ന് തിന്നുമ്പോൾ ഓർക്കണമായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ പ്ലാൻ? ഈ എന്ത് ചെയ്യൂന്ന്? എന്തെങ്കിലും ചെയ്യണ്ടേ? ആ ചെയ്തോ. തങ്കം പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ ഇങ്ങോട്ടൊന്നും ഒന്നും തന്നിട്ടില്ല. എന്തായാലും ഈ നാട്ടുകാരുടെ മുഴുവൻ കയ്യിൽ നിന്ന് കടം മേടിച്ചിട്ട് നിങ്ങൾ ആർക്കും കൂടെ കൊടുത്തു ഇത്ര നാളായിട്ട്? പുര കത്തുമ്പം വാഴ വെട്ടല്ലേ? വെട്ട് ഞാൻ, നിങ്ങളുടെ കയ്യും കാലും വെട്ടും ഞാൻ. അതെ. എന്തായിരുന്നു അഹങ്കാരം, 5 ലക്ഷം രൂപ അടിച്ചെന്നും പറഞ്ഞ് ഈ ആൾക്കാരെയൊക്കെ ഉടനെ പറഞ്ഞു വിട്ടോളണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ നിങ്ങൾ എന്താണെങ്കിലും ചെയ്തോ, ഞങ്ങൾക്ക് വേണ്ട, ഇവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റൂല. ഞാൻ എന്താന്ന് പറ, കുടുംബത്തൊരു കാര്യം കണ്ടിട്ടുണ്ടെങ്കിൽ നന്നായി, അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ കാണണം. ഇതൊന്നുമില്ല, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ദേഹത്തെങ്കിലും എന്തെങ്കിലും കാണണം. അതുമില്ല. പോകാൻ നേരത്തെ കൈ വീശി വിടുന്ന ഇറങ്ങുമ്പോൾ ഈ കാണുന്ന ആൾക്കാരുടെ ഇതൊക്കെ പൈസ മേടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തെന്ന്? ഇതിപ്പോ ഇത്രയും പേര് എന്നൊക്കെ ഞാൻ എപ്പോ വാങ്ങിയത് എനിക്ക് പോലും അറിയില്ല. ഇതിൽ കള്ളം പറഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇത് തിരിച്ചു കൊടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ ഇവരൊക്കെ ഓർത്തു വെക്കേണ്ട കാര്യമുള്ളൂ. പറ്റിക്കാന്ന് മേടിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾ. എനിക്കൊന്നും അറിയണ്ട, ഇത് എത്രയും പെട്ടെന്ന് ഇത് അങ്ങ് തീർത്തോളണം. ചെക്കോ മക്കോ എന്താന്ന് വെച്ചാൽ കൊണ്ട് കൊടുക്ക്, ആൾക്കാർ പോകില്ല മുറ്റത്തുനിന്ന്. നീ ഒന്ന് നിർത്ത് തങ്കം. പൈസ മേടിച്ചെങ്കിൽ എനിക്കറിയാൻ കൊടുക്കാം, ഞാൻ അവർക്ക് ചെക്ക് കൊടുത്തോളാം. എൻ്റെ ചെക്കുണ്ട്. എന്തുവാ പിന്നെയും കുഴിയിലോട്ട് തള്ളിയിടുവാണോ? സാറേ, എത്രയാണ് ഓരോരുത്തർക്കും കൊടുക്കാന്നുള്ളത് നീ ചെക്ക് എഴുതിയിട്ട് ഞാൻ ഒപ്പിട്ട് തരാം. പേന പേന ആ ബാഗ് ചെയ്ത് തരൂ. പേനയുണ്ടോ അതിനകത്ത്? ബാഗ് പേന ഉണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം. നിനക്ക് എത്ര സുജേഷ? 25,000. 25,000. സുരേന്ദ്രൻ മോലയുടെ പൈസ മേടിച്ച് ഫുഡ് അടിച്ച് എഴുതി വെച്ചു. എവിടെ ലോട്ടറി? എവിടെ ലോട്ടറി? എൻ്റെ കയ്യിലില്ല. എവിടെ ലോട്ടറി പറ. ആറില്ല, അത് അറിയില്ല. ലോട്ടറി അയാളുടെ കയ്യില്ല. ലോട്ടറി ലോട്ടറി നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കരുത്. അതെ, ലോട്ടറിക്ക് നീ അങ്ങ് സുരേന്ദ്രൻ മോളെ വേണ്ടി വേട്ടാ. എൻ്റെ കർത്താവേ. അങ്ങനെ ആ പൈസക്ക് തീരുമാനമായി, എല്ലാവർക്കും സമാധാനമായില്ല. ഞാൻ മലയാളത്തിൽ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞു അത് കൊണ്ട് കൊടുത്ത് ബാങ്കിൽ നിന്ന് കിട്ടുന്ന കാശിൽ നിന്ന് ഉള്ളത് തരാം. ഇപ്പൊ ഒന്നുമില്ലാതായപ്പോ എല്ലാവർക്കും സമാധാനമായല്ലോ. ഞാനേ വല്ല പെട്രോൾ മാറ്റി കഴിച്ച് മരിക്കാൻ പോവാ. നേരെ റെഡി പോയല്ലേ? നേരെ റെഡി പോയി. അതിന് സാരമില്ല, പെട്ടെന്ന് ഞാൻ വരണേന്ന് തന്നെ വിളിച്ചോണ്ട്. അയ്യോ, ആര് വരുന്നു? ലക്ഷപ്രഭുവാ. വാളിയാ വിഷമിച്ചു. എന്തിടെ ഒരു വല്ലാത്ത വിഷമം? വിഷമം കാണുമല്ലോ. എന്തൊക്കെ ആയിരുന്നു? കൊട എടുത്തില്ല അളിയാ? രാത്രിയായി വരുന്നുണ്ട്. കളിയാക്കല്ലേ കളിയാ? കളിയാക്കിയതല്ല, വിഷമം കണ്ടോണ്ട് ഒരു പറഞ്ഞു. വിഷമമില്ലമ്മ, നമുക്ക് കാണിച്ചാൽ അത് തന്നെ വേണമായിരുന്നു. ഇടിച്ചാ ഗുണ്ടകളുണ്ടോട്ട് ഇടിച്ചാ? മൈനടാ, നിന്റെ അളിയനെന്ന് പറഞ്ഞുകൊണ്ട് ഇടിക്കാതെ അവരെന്നെ വെറുതെ വിട്ടു. അയ്യോ, നമ്മൾ അതിനും വേണ്ടി വലിയ ആളൊന്നുമല്ല. സുരേന്ദ്രൻ പറയാൻ എന്തായാലും വെറുതെ ഇരിക്കൂല. എങ്ങോട്ട് പോണേ? ജമന്തി വിളിക്കാം. ഇല്ലളിയാ, ഒരു നല്ല മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചിട്ട് പോവാം. വീണ്ടും തങ്കം, ആ വാ 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 വാ. വേഗം ഒരു നല്ല മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാം. നീ ഓടി വാ. വാ. അവിടുത്തെ പോലീസ് വരുമായിരിക്കും. എന്തോന്ന്? എന്തടാ? ആ, ഇത് ആശുപത്രിയിൽ മരുന്ന് കൊടുത്തിട്ടാണ്. വേണ്ട വേണ്ട, വേണ്ട, പൈസ കൊണ്ടൊന്ന് നശിപ്പിച്ചിട്ട്. അതെ, ഇത്
വേണോ വേണ്ട അവസാനമായിട്ട് ഞാൻ ചോദിച്ചു. വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഇത് കണ്ടു കഴിഞ്ഞിട്ട് തന്നെ വേണോന്ന് പറയരുത്. വേണ്ടല്ലോ. അയ്യോ എന്റെ വള. അയ്യോ നിന്റെ വളയല്ലേ നിന്റെ വളയല്ലേ എന്റെ പണയം വെച്ച വള. ആ ചിട്ടി അമ്മയുടെ പൈസ. ഇതൊക്കെ കാശ് വിടുന്ന് മേടിച്ചിടി. ഇതേ തീർന്നില്ല, ഒന്നുകൂടെ ഞെട്ടണ്ട. ദൈവമേ, കമ്പലൊരെണ്ണം മേടിച്ച്. അല്ല ചെമ്പ്. എന്തായാലും നല്ലത് വാങ്ങിച്ചോളാം. നമുക്ക് സംശയം. പൈസ ലോട്ടറി ഒക്കെ അടിച്ചല്ലിയാ. അതാണുങ്ങൾ കൊണ്ടുപോയല്ലോ. ഒരാണുങ്ങളെ കൊണ്ടുപോയില്ല. ലോട്ടറി എന്റെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ട്. കസ്റ്റഡിയിലുണ്ടോ? അപ്പൊ സുരേന്ദ്ര മുതലാളിയുടെ ആൾക്കാർ കൊണ്ടുപോയതോ? അത് വന്ന് സുരേന്ദ്ര മുതലാളി ആളുകൾ ആര് പറഞ്ഞു? അതല്ല എന്റെ സ്വന്തം പിള്ളേര്. ഞാൻ അറേഞ്ച് ചെയ്ത് എന്റെ പിള്ളേരല്ലേ അന്ന് വന്നത്. ഞാൻ ചെക്ക് എടുക്കാനെന്ന് പറഞ്ഞ അകത്ത് പോയില്ലേടി. പോയത് എന്താണ് നമ്മളെ പിള്ളേരെ വിളിച്ചു വരുത്താനാ. അന്ന് ഈ പിള്ളേർ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ആ വായി നോക്കിയുള്ളണ്ടല്ലോ ഞാൻ പൈസ കൊടുക്കാനുള്ളമാർ. അവന്മാരെല്ലാം ഇവിടെ ലോട്ടറി പിടിച്ച് വാങ്ങിച്ചോണ്ട് പോകുന്നത് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. അതാണ് 10 തലയുള്ള ഈ രാവണന്റെ ബുദ്ധി. വഴി തെറ്റി വന്നതൊന്നുമല്ല, നമ്മളെ വീട്ടിലേക്ക് വരുന്നത് തന്നെയാണ്. കുറച്ച് ഹോം അപ്ലയൻസ് സാധനങ്ങൾ വാങ്ങിച്ചു. TV, ഫ്രിഡ്ജ്, പിന്നെ ഒരു ചെറിയ വിക്സ്കി. അല്ല, ഒത്തിരി പൈസ കിട്ടിയ സമയത്ത് ആ മേടിച്ചവർക്ക് തിരിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവരുടെ ബ്രാക്കാണ് ഈ കമ്മലും വളയും വീട്ടു സാധനമൊക്കെ മേടിക്കുന്ന വല്ല കാര്യമുണ്ട്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അവർക്കൊക്കെ കൊടുക്കാൻ. അടുത്ത ലോട്ടറി അടിക്കുമ്പോൾ ഉറപ്പായിട്ട് എല്ലാവരുടെ കടവും ഞാൻ തീർന്നു. നീ മിടുക്കനാണല്ലോടാ. TV, ഫ്രിഡ്ജ്, വാള, മാല, എന്തുവാ ഇത്? ഇനിയും വരും സാധനങ്ങൾ. ഭയങ്കര മെടുക്കന്നല്ലേ എന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇത്ര നാൾ നിന്നെ കക്കാനും അറിയാവോ, ഇപ്പൊ നിൽക്കാനും പഠിച്ചു. Versus Alien.